നമ്മുടെ തോറിന് മാർവലിൽ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. കോഴ്സ് നമ്മുടെ ബാക്കിയുള്ള അവഞ്ചേഴ്സൊക്കെ ഒരു സൈഡ് ആയെങ്കിലും തോർ കോഴ്സ് ഒരു ഗോഡാണ്. പുള്ളിക്ക് മരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ തോർ 5 ബേസ് ചെയ്തിട്ട് കുറച്ച് പ്ലോട്ട് ലീക്സും കുറച്ച് സ്റ്റോറി ലീക്സ്, അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലീക്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തോർ 4 എൻഡിൽ തന്നെ നമ്മുടെ സ്യൂസ് പുള്ളിയുടെ മകനായിട്ടുള്ള ഹെർക്കുലിസിനെ ആ തോറിൻ്റെ തല കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോറിന് നേരെ പറഞ്ഞു വിടുന്ന പോലെ, പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഹെർക്കുലിസിനെ കാണിച്ചുകൊണ്ടായിരിക്കും നിർത്തുക. അതായത് തോർ 5 ഹെർക്കുലിസ് വേഴ്സസ് തോർ എന്നുള്ള ഒരു ലീഡപ്പിലായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. പക്ഷെ തോർ 5 ഇവർ രണ്ടുപേരും തമ്മിൽ ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെങ്കിലും ചിലപ്പോൾ അതായിരിക്കാൻ ചാൻസ് ഇല്ല. മെയിൻ സ്റ്റോറി ലൈൻ അതായിരിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ്. കാരണം ഈ ഹെർക്കുലസ് എന്ന് പറയുന്നത് ഒരു മുഴുവനായിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടറൊന്നുമല്ല. കാരണം പുള്ളി ഹീറോയും അല്ല, ഒരു വില്ലനും അല്ല, ഒരു ആൻറ്റി ഹീറോ ടൈപ്പാണ്. അതായത് നമ്മുടെ അവഞ്ചേഴ്സ്, യങ് അവഞ്ചേഴ്സിൻ്റെ തന്നെ ഒരു മെൻറ്ററായിട്ടൊക്കെ കോമിക്സിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഹെർക്കുലീസ്. ചിലപ്പോൾ തോർ 5 തുടക്കത്തിലൊക്കെ നമ്മുടെ ഹെർക്കുലീസും തോറും തമ്മിലുള്ള പോലുള്ള ഒരു ഫൈറ്റൊക്കെ കാണിച്ചെങ്കിലും ഓഫ്കോഴ്സ് പിന്നെ പകുതിയോടോ അല്ലെങ്കിൽ ലാസ്റ്റിലോടെ എത്തുന്നവരൊക്കെ നമ്മുടെ ഹെർക്കുലീസ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഹെർക്കുലീസിൻ്റെ മനസ്സ് മാറിയിട്ട് പുള്ളി നല്ലവനായി മാറുന്ന പോലെയൊക്കെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ തോറിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ള കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. അതായത് തോറിൻ്റെ മെയിൻ സ്റ്റോറി ലൈനിൽ എന്ന് പറയുന്നത് തന്നെ ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ സ്റ്റോറി ലൈനാണ്. അത് അവന്മാരെന്തായാലും കൊണ്ട് തൊലച്ചു. കാരണം തോറിന് തന്നെ വൺ ഓഫ് ദ ഫേമസ് ആൻഡ് കുറച്ചുകൂടിയൊക്കെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെ അതാണ്. പിന്നെ ഉള്ളത് ദ വാർ ഓഫ് ദ റെലംസ് ആണ്. ആ വാർ ഓഫ് ദ റെലംസ് ലൈറ്റായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ തോർ ഡാർക്ക് വേൾഡ് തന്നെ എടുത്തിട്ടുണ്ടാവുക. സോ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ടോ അതല്ലെങ്കിൽ ഫിയർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞിട്ട് തോറിൻ്റെ ഒരു കോമിക് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ തോർ 5 വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ്. ഈ ഫിയർ ഇറ്റ് സെൽഫിൽ വരാൻ പോകുന്ന വില്ലൻ എന്ന് പറയുന്നത് തന്നെ കൾബോർസൺ ആണ്. ഇതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിൻ്റെ തന്നെ ബ്രദറാണ്. അതായത് തോറിൻ്റെ അപ്പനായിട്ടുള്ള ഓഡിൻ്റെ ചേട്ടൻ. പുള്ളിയുടെ പവേഴ്സ് എന്ന് പറയുന്നത് തന്നെ, അതായത് പുള്ളിക്കെതിരെ നിൽക്കുന്നവരുടെ പേടി ഫിയറിൽ നിന്നാണ് പുള്ളിയുടെ പവേഴ്സ് പുള്ളി ഗെയിൻ ചെയ്യുന്നത് തന്നെ. MCUവിൽ നമ്മുടെ ഓഡിന് ഒറ്റ മകനെ പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ നമ്മുടെ ഹെലേനെ പെട്ടെന്ന് എങ്ങനെയാണോ നമ്മുടെ ഓഡിന് ഇതുവരെ മക്കളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഹെലേനെ കൊണ്ടുവന്ന പോലെ ചിലപ്പോൾ നമ്മുടെ ഓഡിൻ്റെ അപ്പന് പുതിയൊരു മകനുണ്ട്, പുള്ളിനെയും നമ്മുടെ ഹെലേനെ പോലെ തന്നെ ഹെല്ലിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹെലേനെ ചിലപ്പോൾ മെൻറ്ററായിട്ട് ഹെലേനെ തന്നെ ട്രെയിൻ ചെയ്തത് ചിലപ്പോൾ ഈ കൾബോർസൺ ആയിരിക്കും. അങ്ങനെ ഹെലയ്ക്ക് വേണ്ടി പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഈ ബോർസൺ വരുന്ന പോലെയും 9 റെലംസിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പുള്ളി വരുന്ന പോലെയൊക്കെ ചിലപ്പോൾ കഥ കൊണ്ടുപോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കാരണം തോറിനെ പോലെ ഒരു ക്യാരക്ടറിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കണം. മാത്രമല്ല നമ്മുടെ തോറിന് ഇതുവരെ ഒരു കൈ പോയിട്ടില്ല. കാരണം തോറിന് കൈ പോകുന്നത് കോമിക്സിൽ ഒരു വലിയ സംഭവമാണ്. ഇപ്പോൾ പുള്ളിക്ക് ഏതായാലും കണ്ണുപോയി, ഇനി പുള്ളിയുടെ കൈയും കൂടി പോകണം. ചിലപ്പോൾ ഈ ഒരു ഫൈറ്റിൽ തോർ 5 പുള്ളിയുടെ കൈ പോയിട്ട് ഈ ഫൈറ്റിൽ കൈ പോയിട്ട് ഒരു മെറ്റലാമ്പ് വെക്കുന്ന പോലെയൊക്കെ കാണിച്ചേക്കാം. കോമിക്കിൽ ഈ ഫൈറ്റ് കിടക്കുമ്പോൾ പുള്ളിയുടെ കൈ പോകുന്നൊക്കെ നമ്മുടെ മിയോളർ കാരനാണ്. അത് വേറെ തന്നെ സ്റ്റോറി ലൈനാണ്. നമ്മൾ ഓൾറെഡി അതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ കോമിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗോർ ദ ഗോഡ് ബുച്ചറിൻ്റെ മൊത്തം കോമിക്കും തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ പടം കണ്ട പോലെയേ അല്ല ആ സ്റ്റോറി ലൈൻ. അത് മൊത്തം വേറെ തന്നെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ തോർ ദ ഗോഡ് ഓഫ് തണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു കോമിക് സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ശരിക്കും ദ ഗോർ ദ ഗോഡ് ബുച്ചർ. അതല്ലെങ്കിൽ ഇതുവരെ MCUവിൽ ടീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ കാണിക്കാത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ ബീറ്റ റേബിൾ. ചിലപ്പോൾ ബീറ്റ റേബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു പടമായിരിക്കാം. ചിലപ്പോൾ ഈ ബീറ്റ റേബിളിനെ ഒരു വില്ലനായിട്ടും കാണിച്ചെന്ന് വരാം. ആക്ച്വലി ബീറ്റ റേബിളാണ് ഈ സ്ട്രോം ബ്രേക്കറിനെ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ തോർ 5 ബീറ്റ റേബിളിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ എൻഡിൽ നമ്മുടെ സ്ട്രോം ബ്രേക്കർ ബീറ്റ റേബിളിന് കിട്ടുന്ന പോലെയൊക്കെ കാണിച്ചേക്കാം. കാരണം ഓൾറെഡി നമ്മുടെ തോറിന് ഇപ്പോൾ മിയോൾനർ ഉണ്ട്. ലവിന് ഓൾറെഡി സ്ട്രോം ബ്രേക്കർ ഉണ്ടെങ്കിലും അതൊരു കൊച്ചു കുഞ്ഞല്ലേ, അതിന് ആ മഴയൊക്കെ കിട്ടി എന്താക്കാനാ, ചിലപ്പോൾ ബീറ്റ റേബിളിന് കിട്ടുന്ന പോലെ കാണിച്ചേക്കാം. സോ ഇത്രയും പോസിബിലിറ്റീസാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ലീക്സിൽ നമ്മുടെ തോർ 5 കുറിച്ചുള്ള അപ്ഡേറ്റ്സ്. ഇനി അറിയാനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോർ 5 എവിടെയായിരിക്കും പ്ലേസ് ആവാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡൂംസ്ഡേക്ക് മുമ്പാണോ, ഡൂംസ്ഡേക്ക് ശേഷമാണോ, ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ആയതിനു ശേഷമാണോ, അതിന് മുമ്പാണോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ടാണ്. നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് തന്നെ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും തോർ 5 എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. മാത്രമല്ല ഫാൻസിന് എല്ലാവരും അത് തൃപ്തിപ്പെടുത്തുമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു ഹെവി സംഭവമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.